ആഗോള എണ്ണ വിപണിയെ ഗുരുതരമായ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ യുദ്ധം. അതിൽ ഒരു സംശയവുമില്ല. ആദ്യ നാൾ മുതൽ നമ്മൾ പറയുന്നുണ്ട് എണ്ണവില, പെട്രോൾ, ഡീസൽ വില എല്ലാം വർദ്ധിക്കുമെന്ന്. ഇറാന്റെ പ്രഖ്യാപനം അത് കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഹോർമസ് കടലിടുക്ക് അടച്ചു എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അറിയിക്കുന്നത്. ഇറാഖിലും ഇറാന്റെ ഡ്രോൺ ആക്രമണം ശക്തമാണ്. സൗദിയിലെ US എംബസി ആക്രമിച്ചതിന് ശക്തമായ മറുപടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ദുബായിൽ നിന്നും, അതോടൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വജിത് സിയും ചേരുന്നുണ്ട്. ആദ്യം അശ്വജിത്തിലേക്ക് പോകാം. അശ്വജിത്ത്, ആദ്യം ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചേക്കും എന്ന് കേട്ടപ്പോൾ തന്നെ എണ്ണവില, ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നിരുന്നു. പക്ഷെ അന്ന് ഇറാൻ പറഞ്ഞു ഞങ്ങൾ അടച്ചിട്ടില്ല എന്ന്. പക്ഷേ അന്ന് അടച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും അതിലൂടെ ഈ ചരക്ക് കപ്പലുകൾക്ക് പോകാനുള്ളൊരു ഭയമുണ്ട്. അവിടെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അന്നേ വന്നതാണ്. ഇന്നിപ്പോൾ ഇറാന്റെ സൈന്യം തന്നെ അറിയിക്കുകയാണ് അടച്ചു എന്ന്. തീർച്ചയായിട്ടും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് തന്നെ ഔദ്യോഗികമായി ആ കാര്യം സ്ഥിരീകരിക്കാനുണ്ട്. അത് ആര്യ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അടച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇന്ന് അത് സംബന്ധിച്ചൊരു വ്യക്തത വരുന്നു. റഡാർ ചിത്രങ്ങൾ അടക്കം, അതായത് ഈ നേവിയുടെ റൂട്ടുമായി ബന്ധപ്പെട്ടുള്ള റഡാർ ചിത്രങ്ങൾ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആ കാര്യം സ്ഥിരീകരിക്കുന്നത്. പരിപൂർണമായി തന്നെ ഹോർമസ് കടലിടുക്ക് അടച്ചു എന്നതാണ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. നിലവിൽ തന്നെ ആഗോള എണ്ണ വിപണിയിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഈ യുദ്ധത്തിന് പിന്നാലെ ഉണ്ടായത്. ഒരുപക്ഷെ ഈ ചരക്ക് നീക്കമൊക്കെ സമ്പൂർണ്ണമായി സ്തംഭിക്കുന്നതോടെ അത് വലിയൊരു നഷ്ടം ആഗോള വിപണിയിൽ ഉണ്ടാക്കും. അതുവഴി അത് എല്ലാ രാജ്യങ്ങളിലും, ലോകത്തിന്റെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും അതുമൂലം അതിൽ ഈ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നതിൽ തർക്കമില്ല. അത് സാമ്പത്തിക വശം. ഇനി ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സിലേക്ക് വന്നാൽ സംഘർഷം വീണ്ടും 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 വ്യാപിക്കുന്നതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും ഒടുവിലായി ടെഹ്റാന് സമീപമായി, ടെഹ്റാനിലെ പാർലമെന്റ് മന്ദിരത്തിന്, പഴയ പാർലമെന്റ് മന്ദിരത്തിന് സമീപമായി ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ മിസൈലുകൾ അവിടെ ചെന്ന് പതിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിന്റെ പരിപൂർണമായ വിവരങ്ങൾ വന്നിട്ടില്ല. ഓൾഡ് പാർലമെന്റ് മന്ദിരത്തിന് സമീപം ഒരു മിസൈൽ പതിച്ചു എന്ന വിവരമാണ് വരുന്നത്. അതാണ് ടെഹ്റാനിലെ സ്ഥിതി. ഇനി ഇസ്രായേലിലേക്ക് വന്നാൽ അവിടെ ഇന്ന് കാര്യമായ ആക്രമണം നടന്നതായി റിപ്പോർട്ടില്ല. കഴിഞ്ഞ ദിവസം ജെറുസലേമിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നു. ഇന്ന് ജെറുസലേമിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ലെബനനിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളൊക്കെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുകയും വലിയ തോതിൽ ആൾനാശം ഉണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. ഇന്ന് ലെബനനിലെ നിരവധി മേഖലകൾ, എനിക്ക് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 50-ലേറെ മേഖലകളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ ആക്രമണം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ സംഘർഷം വ്യാപിക്കുകയാണ് ലെബനോനിൽ, ഇറാഖിൽ. അതും എടുത്തു പറയേണ്ടതാണ്. ഇറാഖിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറാൻ ഇന്നും മിസൈൽ അയച്ചു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ബേസിന് സമീപം, ഇറാഖിലെ അമേരിക്കയുടെ ബേസിന് സമീപം ഒക്കെ ചെറിയ സ്ഫോടനം ഉണ്ടായ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ന് ഇറാഖിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വ്യോമതാവളങ്ങൾ, വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ വരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. അപ്പോൾ ലെബനോനിൽ, ഇറാഖിൽ, ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗൾഫ് നാടുകളിൽ, സൗദിയിൽ, ബഹ്റൈനിൽ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും, GCC-യിലെ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും അതിശക്തമായ ആക്രമണവും അടിയും തിരിച്ചടിയുമാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അശാന്തം തന്നെയാണ് സാഹചര്യം.